എല്ലാവർക്കും നമസ്കാരം. ഹോസ്റ്റൽ റൊമാൻസിന്റെ അടുത്ത എപ്പിസോഡിലോട്ട് സ്വാഗതം. അതായത് സെക്കൻഡ് സീസൺ ആയിപ്പോ ഗ്യാപ്പ് വരാൻ കാരണം എന്ന് പറയാൻ നമുക്ക് തേർഡ് ഇയർ എക്സാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, യൂണിവേഴ്സിറ്റി എക്സാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ ഗ്യാപ്പും പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറിയൊരു ട്രിപ്പും കൂടി പോയപ്പോ ഇച്ചിരി സമയമായി. ട്രിപ്പ് പോയി കഴിഞ്ഞിട്ട് ഫുള്ള് ഭയങ്കര പോസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ നിന്ന് തരാനായിട്ട് സമയം കിട്ടിയില്ല. അപ്പൊ ഇടയ്ക്ക് എല്ലാരും ചോദിക്കുന്നുണ്ടായി. ചോദിച്ചായിരുന്നു ഇങ്ങനെ പുതിയ വീഡിയോ ഒന്നും ഇടുന്നില്ലേ എന്നൊക്കെ കമന്റും ചെയ്തു. പിന്നെ കുറച്ച് DM ഒക്കെ ചെയ്തായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഉള്ള സമയം കൊണ്ട് ഇങ്ങനെ ഇരുന്ന് ചെയ്യുന്നത്. അപ്പോ ഇങ്ങനെ DM ചെയ്തതിൽ മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നീറ്റിന്റെ സമയമായിരുന്നു. അപ്പൊ എല്ലാവരും നീറ്റ് എങ്ങനെയായിരുന്നു? അതെ, കുറെ പിള്ളേര് നീറ്റൊക്കെ എങ്ങനെ എഴുതണ്ടേ, ഇങ്ങനെ ഫേസ് ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇട്ടാണ്. ഞങ്ങൾ തന്നെ ഇങ്ങനെ തേർഡ് ഇയർ കഷ്ടപ്പെട്ട് മൂഞ്ചി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നീറ്റ് എങ്ങനെ എഴുതേണ്ടത്, എങ്ങനെ വീഡിയോ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചായിരുന്നു. ഞങ്ങൾ തന്നെ 1.5 കൊല്ലം കൊണ്ട് പഠിച്ച സാധനം എത്ര 10, 20, 30 ദിവസത്തിൽ തീർക്കാൻ നോക്കായിരുന്നു. ഇപ്പോഴാണ് ഫ്രീ ആയത്. ഇപ്പോഴാണ് ഫ്രീ ആയ. അപ്പോഴേക്കും നീറ്റ് കഴിയുകയും ചെയ്തു. എന്നാലും റിസൾട്ട് വന്നിട്ട് ഇപ്പൊ നീറ്റ് കഴിഞ്ഞു, റിസൾട്ട് വന്നിട്ടില്ല. അപ്പൊ കുറച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും നമ്മളെങ്ങനെയാണ്, നമ്മളെ എക്സ്പീരിയൻസ് എന്തായിരുന്നു. അപ്പൊ അവർക്ക് എക്സാം ഇപ്പൊ കഴിഞ്ഞേ ഉള്ളൂ, റിസൾട്ട് വന്നിട്ടില്ല. അപ്പൊ അതിനു മുമ്പ് എങ്ങനെയായിരുന്നു, റിസൾട്ട് വരുന്ന മുമ്പും എക്സാമിന് ഇടയിലൊക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ്. നീറ്റ് കഴിഞ്ഞു, പക്ഷെ എന്നാലും അതിന്റെ റിസൾട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അത് വേണമെങ്കിൽ നമ്മള് പറയാം. ഇപ്പൊ ഞങ്ങള് മോസ്റ്റ്ലി ബ്രില്യനിലായിരുന്നു. അപ്പൊ ആ സമയം ബ്രില്യനില് ഇപ്പോ അവസാനത്തെ ഒരാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡലൊക്കെ കഴിഞ്ഞ് ഏതാണ്ടൊക്കെ ഒരു പ്രതീക്ഷയൊക്കെ ഉള്ള പോലെയൊക്കെ ആയിരിക്കും. ഒരു അവസാനത്തെ ആഴ്ച ഞാൻ വീട്ടിൽ പോന്നു. അവസാനമായിട്ട് ബ്രില്യനോട് വിട പറഞ്ഞു. നീ വീട്ടിൽ പോയല്ലേ? ഞാൻ ഒരു 4 ദിവസം മുമ്പ് പോയി. ഞാൻ വീട്ടിൽ പോയില്ല. ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്ററുകളൊക്കെ കുറവായിരുന്നു. അപ്പോ എന്റെ ബ്രില്യന്റിലുള്ള കൂട്ടുകാരും അവര് വെച്ചിട്ട് അവരിപ്പോ തൃശ്ശൂരുള്ള ഒരുത്തനുണ്ടായി, കൊല്ലത്തുള്ള ഒരുത്തനുണ്ടായി. അവർക്കൊക്കെ സെന്റർ കിട്ടിയത് എറണാകുളത്തായിരുന്നു. അപ്പൊ എന്റെ വീട്ടിൽ അവർ വരും. അപ്പൊ ഞാൻ ഒരു ദിവസം മുമ്പ് എത്തണം. അതുകൊണ്ട് ഞാൻ വീട്ടിലെത്തി. എന്റെ വീട്ടിലായിരുന്നു സ്റ്റേ. അന്ന് രാത്രി ക്രൂഷ്യൽ ഡേ ആണെന്നൊക്കെ എല്ലാരും പറയും. അന്ന് രാത്രി ഇരുന്ന് കട്ടൊക്കെ പഠിക്കണമെന്നൊക്കെ പറയും. അന്ന് ഇവര് വരും, അവരെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവരിക. അങ്ങനെ സമയം പോയി. അത് കഴിഞ്ഞിട്ട് 10 മണിയായിട്ട് പഠിക്കായിരുന്നു. ഇപ്പൊ വീട്ടിൽ വാപ്പ വന്നിട്ട് പറഞ്ഞു നാളെ നന്നായി എഴുതാനുള്ളതാണ്, എല്ലാരും കിടന്നുറങ്ങിക്കോ. എന്നോട് ഇതേപോലെ തന്നെ എന്റെ വാടം വന്നിട്ട് 8:30 കഴിച്ചു വരിക, കിടന്നുറങ്ങിക്കോ ഫഹദെന്ന് പറഞ്ഞിട്ട് എല്ലാരും പെട്ടെന്ന് കിടത്തി. സാറ് പെട്ടെന്ന് കിടത്തി. അപ്പൊ റെസ്റ്റ് എടുത്ത് എഴുതണ അങ്ങനെയായിരുന്നു. ഫസ്റ്റ് പ്രാവശ്യം എഴുതുമ്പോ 2-3 മണി വരെയൊക്കെ ഇരുന്നു. അപ്പോ ഒന്നും കിട്ടിയില്ല. അപ്പൊ പിന്നെ ഈ അഡ്വൈസ് എടുത്ത് കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് എക്സാം ഹാളില് ഏതാണ്ട് ഒരു 10 ആയപ്പോ എത്തി. അത് കഴിഞ്ഞിട്ട് എഴുതി. ആദ്യം 10 അല്ല 9 മണി. എത്ര മണിയായിരുന്നു? ഭയങ്കര ചെക്കിംഗ് ഒക്കെ ആയിരുന്നു. അന്ന് എന്തൊക്കെയോ അതിന് മുമ്പത്തെ നീറ്റിൽ എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങളൊക്കെ ഇല്ല, എനിക്ക് അത്ര ടെൻഷൻ ഇല്ലായിരുന്നു. എനിക്ക് നോർമലി ടെൻഷനുള്ള ആളാണ് ഞാൻ. പക്ഷെ എന്തോ ബ്രില്ലിൽ അത്യാവശ്യം കഷ്ടപ്പെട്ട് പഠിച്ചോണ്ട് അതിന്റെ ഒരു കോൺഫിഡൻസ് ആണെന്ന് തോന്നുന്നു. അത്ര ടെൻഷൻ ഇല്ലായിരുന്നു ആക്ച്വലി. എനിക്ക് അത്ര ടെൻഷൻ ഇല്ലായിരുന്നു. ഞാൻ കൊറേ ബാക്കപ്പ് പ്ലാനൊക്കെ ചെയ്തായിരുന്നു. മറ്റേ ഐക്കർ, പിന്നെ ഐസർ, ഞാൻ കൊറേ ബാക്കപ്പ് പ്ലാനൊക്കെ നോക്കി. പിന്നെ കൊറേയൊക്കെ ഒരു ചെറിയൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, അങ്ങനെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അത് നമുക്ക് ലാസ്റ്റ് ആകുമ്പോ തോന്നുന്നു ചെറുതായിട്ട്. ഏകദേശം മറ്റേ മോഡലിൽ ഇത് വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു ഹോപ്പൊക്കെ കിട്ടും. എന്നുവെച്ചാ അങ്ങനെ മോഡലിൽ മോശമായിട്ട് കിട്ടിയ ആൾക്കാരൊക്കെ ഉണ്ട്, നന്നായിട്ട് ചെയ്തിട്ട് കിട്ടാത്ത ആൾക്കാരുണ്ട്, എല്ലാം ഉണ്ട്. അന്ന് ആ സമയത്ത് ആ ഒരു 3 മണിക്കൂറാണ് എക്സാം. 3 മണിക്കൂർ സമയത്ത് എന്തൊക്കെയോ നമ്മുടെ മനസ്സിൽ എന്തൊക്കെയോ വരുന്നത് ആ ഒരു ഇതാണ്. നമ്മൾ എന്ത് വേണേലും ആവാം. അത് പക്ഷെ ഒരു പ്രിപ്പറേഷൻ ഉണ്ടാവണം, ഇല്ലെങ്കിൽ കിട്ടില്ല. അപ്പൊ ആ ലക്ക് നമുക്ക് വർക്ക്ഔട്ട് ആവണമെങ്കിൽ നമ്മുടെ ഒരു ഹാർഡ് വർക്ക്, ലക്ക് കൊണ്ട് മാത്രം രക്ഷപ്പെടില്ല. ലക്കും ഹാർഡ് വർക്കും കൂടി ഉണ്ടാവണം. നമ്മളൊരു ത്രഷോൾഡ് ഹാർഡ് വർക്ക് ചെയ്തിരിക്കണം. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി ലക്കാണ്. അങ്ങനെ എന്നിട്ട് എക്സാം ഹാളിൽ കയറി. അന്ന് കൂളായിരുന്നു. ഒരു അരമണിക്കൂർ കൂൾ ഓഫ് ടൈം ഉണ്ട്. 1/2 മിനിറ്റോ 15 മിനിറ്റ് അങ്ങോട്ട് കൂൾ ഓഫ് 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ട്. അത് എഴുതാൻ തുടങ്ങിയപ്പോ ബയോളജി ഒക്കെ നന്നായി പോയി. അത് കഴിഞ്ഞിട്ട് ഫിസിക്സ് എത്തിയപ്പോഴാണ് കുറെ ചോദ്യങ്ങളൊക്കെ എളുപ്പമാണ്. കുറെ ചോദ്യം ബ്രില്യന്റിൽ നിന്ന് അതേപോലെ വന്നു. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ചെയ്ത് ഞാൻ എന്ന് വെച്ചാൽ ബ്രില്യന്റ് ഒരേപോലെ ഉള്ളതുകൊണ്ട് മാറ്റിയൊക്കെ കുത്തി. ഞാൻ കുറെ കാൽക്കുലേറ്റ് ചെയ്ത് തെറ്റായി കുത്തി. അങ്ങനെയൊക്കെ എഴുതി. അത് ബ്രില്യന്റിൽ അതേ ഇത് വെച്ച് എഴുതിയാൽ മതിയായിരുന്നു. എന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യന് ഭയങ്കരമായിട്ട് ആലോചിച്ചു, ഇങ്ങനെ ഒരേ ക്വസ്റ്റ്യൻ വരില്ല എന്ന് ആലോചിച്ച് ഞാൻ മാറ്റി കുത്തി. പക്ഷെ അത് അവരിട്ട സാധനമായിരുന്നു. അപ്പം അതിന്റെ പിന്നെ എന്തായിരുന്നു കെമിസ്ട്രിയിലാണ് നമ്മള് സാധാരണ നമ്മൾ മെയിൻ ടോപ്പിക് ഒക്കെ വായിക്കും. എന്നിട്ട് ഈ എൻവയറമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ടോപ്പിക്കുകളുണ്ട്, അത് വിടും.
എന്നിട്ട് എന്റെ തെറ്റിയ അങ്ങനത്തെയൊക്കെയാ, ആ ചാപ്റ്ററുകളൊക്കെ തെറ്റി. എന്ന് പറഞ്ഞാല് ഞാൻ പെട്ടെന്ന് ഞാൻ അരമണിക്കൂർ മുമ്പ് എക്സാം എഴുതി തീർന്ന സംഭവം. നോർമൽ ടൈമിൽ അരമണിക്കൂർ മുമ്പ് തലയാണോ അതൊന്നും അറിഞ്ഞൂടാ, ഏതായാലും തീർന്നിട്ട് ഇങ്ങനെ നോക്കുമായിരുന്നു. ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലും ഓട്ടി, ഏതായാലും മാറ്റാനൊന്നും പറ്റില്ല എന്നറിയാം. മീൻസ് അപ്പേനെ ആൻസർ ഇട്ട് നമ്മൾ അപ്പേനെ മാർക്ക് ചെയ്യാണല്ലോ, ലാസ്റ്റ് മാർക്ക് ചെയ്യുന്നതല്ലേ. ഡബിൾ മാർക്കിംഗ് ഡബിൾ മാർക്ക് ഉണ്ടായി പിന്നെ നമ്മള് വരി തെറ്റി മാർക്ക്. അതെ അതെ. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇങ്ങനെ ചുമ്മാ ഓർഗാനിക് കെമിസ്ട്രി ക്വസ്റ്റ്യൻ നോക്കുമ്പോ ഒരേ ഓപ്ഷനിൽ തന്നെ ഇപ്പൊ എ ഓപ്ഷനിൽ തന്നെ 4 കോമ്പൗണ്ട് ആൻസറിൽ ഉണ്ടാവും. ചിലപ്പോ ഒരു എൻസൈം അല്ലെങ്കിൽ ആ കോമ്പൗണ്ട് ഒക്കെ ഉണ്ടാവും. അങ്ങനെ എ ഓപ്ഷനിൽ തന്നെ ABCD എന്നിട്ട് 3-4 ഉണ്ടാവുമല്ലോ. അപ്പൊ അതിൽ തന്നെ നോക്കിയപ്പോ ആദ്യത്തെ 2 നോക്കി നോക്കിയാണ് ഞാൻ ചിലത് കുത്തിയേക്കുന്നത്. മീൻസ് OMR ഷീറ്റ് മാർക്ക് ചെയ്തേക്കുന്നത് ആദ്യത്തെ 2. അപ്പൊ 3-ാമത്തെ 4-ാമത്തെ ഓപ്ഷനാണ് മാറ്റം. ഞാനിത് അറിയാണ്ട് ആ വെപ്രാളത്തിന് പിന്നെ അങ്ങനെ കുത്തി. അപ്പൊ പിന്നെ ആദ്യം തന്നെ 2-3-4 തെറ്റിങ്ങനെ കണ്ടു ഓർഗാനിക് കെമിസ്ട്രിയിൽ. ഡിപ്രഷൻ ഒന്നും ആയില്ല. ഞാൻ ഒരു മീൻസ് എന്നാലും ഏതായാലും കിട്ടും എന്നുള്ള രീതിയിൽ തന്നെ ഇറങ്ങി. പക്ഷെ കുറച്ച് കൂടുതൽ മാർക്ക് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട്, അത്രയും മാർക്ക് കിട്ടിയില്ല. അപ്പൊ അതിന്റെ ഒരു എന്റെ എങ്ങനെയാന്ന് വെച്ചാ ഞാൻ ഫുള്ള് കൂളായിരുന്നു. എഴുതിയപ്പോ കൂള്, ഇറങ്ങിയപ്പോഴും കൂള്. എന്റെ ചേട്ടൻ വന്നിട്ട് ചോദിച്ചു, ചേട്ടനെ ഡ്രോപ്പ് ചെയ്ത് എന്നിട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നു, കുഴപ്പമില്ല കിട്ടുമായിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കൂളായിരുന്നു. എന്നിട്ട് ബ്രില്യന്റിന്റെ മറ്റേ ഈ മാർക്ക് ലിസ്റ്റ് വന്നു, അല്ല മറ്റേ ആൻസർക്ക് വന്നു. അത് കോമഡി ആയിരുന്നു. ആൻസർക്ക് വന്നപ്പോ എനിക്ക് ഭയങ്കര അടിപൊളി മാർക്കായിരുന്നു. എന്നിട്ടാണെന്ന് പറഞ്ഞ ശരിക്കുള്ള കീ വന്നപ്പോ അതിനകത്ത് ആൻസർ കീനകത്ത് കുറച്ച് തെറ്റുണ്ടായിരുന്നു. എന്റെ എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. രാത്രിയാണ്, മഴയൊക്കെ പെയ്യുന്നുണ്ട്, നോക്കി പകുതി എത്തി, കൈയൊക്കെ ഇങ്ങനെ വിറച്ചാ നോക്കണം കിട്ടും. നമുക്കൊരു മാർക്ക് പ്രതീക്ഷ ഉണ്ട്, ആ മാർക്ക് കിട്ടിയാലാണ് കിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, പകുതി വെച്ച് കറണ്ട് അതിട്ട് പിന്നെ വീട്ടിൽ നിന്ന് ഉമ്മ വന്നിട്ട് ലൈറ്റൊക്കെ ഓണാക്കി, മറ്റേ ഫോണിന്റെ ലൈറ്റൊക്കെ ഓണാക്കി പിടിച്ച്. എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ, ഇത് നോക്കി തീർക്കാനും പറ്റുള്ള കറണ്ടും ഇല്ല. എന്നിട്ട് ലൈറ്റൊക്കെ ഇങ്ങനെ ഓണാക്കി പിടിച്ച് മാർക്സിസ്റ്റ് മറ്റേ OMR ഫുൾ നോക്കി തീർക്കും. എന്റെതെന്ന് പറഞ്ഞാൽ ഞാൻ ഹോസ്റ്റലിൽ തന്നെയായിരുന്നു. ഞാൻ അന്നും വീട്ടിൽ പോയില്ല, ഞാൻ എയിംസ് ഒക്കെ കഴിഞ്ഞാൽ തോന്നുന്നു പോയ വീട്ടിലോട്ട്. അങ്ങനെ ഞാൻ രാത്രി ഇങ്ങനെ എല്ലാവരും ഫുൾ കത്തി എന്ന് പറഞ്ഞാൽ ഫുൾ കത്തി. ചിലവര് 2 സിനിമ ഒക്കെ പോകുന്നു, ഉച്ചക്ക് വന്നിട്ടൊരു സിനിമ, വൈകുന്നേരം വേറെ സിനിമ ഒക്കെ ഫുൾ പോകുന്നു. പക്ഷെ ഞാൻ സിനിമക്കൊന്നും പോയില്ല. ഞങ്ങള് ചുമ്മാ അവിടെ ഫുൾ കത്തിയും വെക്കലും. പിന്നെ ഫോണൊക്കെ കൈ കിട്ടില്ല തിരിച്ച്. അപ്പൊ കുറെ പേരുടെ സ്മാർട്ട് ഫോണൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ഫുൾ സിനിമ കാണലും ഫുൾ പാട്ട് കേൾക്കലും പിന്നെ വേറെ പലതും കാണലും എല്ലാം കൂടി ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ സംഭവങ്ങൾ പലതും കണ്ട് ലാസ്റ്റ് രാത്രി എല്ലാരും ഉറങ്ങാൻ പോയി. ഒരു 1.5 മണിക്കൂർ രാത്രി 1:30 ആയപ്പോ എല്ലാരും കൂടി ഉറങ്ങാൻ പോയി. അപ്പൊ ഞാൻ എല്ലാം ഇങ്ങനെ പേപ്പർ എടുത്ത്, അപ്പേക്ക് ഏതോ അല്ലനോ ഏതോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് റിലീസ് ചെയ്തായിരുന്നു ആൻസർ പേപ്പർ, അല്ല ആൻസർ കീ. എല്ലാം ഇങ്ങനെ നോക്കി തുടങ്ങി ഇങ്ങനെ തെറ്റുകൾ. കെമിസ്ട്രിയിലെ എനിക്ക് ഏറ്റവും കൂടുതൽ തെറ്റായിരിക്കും ഏറ്റവും പേടി. ഫസ്റ്റ് നമ്മളിങ്ങനെ ടിക്കറ്റ് പോകില്ലേ, ഏതായാലും ഇങ്ങനെ നോക്കിയപ്പോ കെമിസ്ട്രി കുറെ, ഓർഗാനിക് കെമിസ്ട്രി കുറെ തെറ്റ്. നമ്മള് ശരിയാവുന്ന വിചാരിച്ച് കുത്തിയ സാധനങ്ങൾ കുറെ തെറ്റ്. അപ്പൊ എന്നാലും കുഴപ്പമില്ല, ഞാൻ മാർക്കൊക്കെ മീൻസ് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്തു മാർക്കൊക്കെ. എന്നിട്ട് പിന്നെ നമ്മള് നോർമലി പിന്നെ എന്തെങ്കിലും ആവട്ടെ, ഏതായാലും കിട്ടുമായിരിക്കും. മോസ്റ്റ്ലി ഒരു റേഞ്ച് എന്തോ പറഞ്ഞായിരുന്നു. ഇപ്പൊ ഇത്ര ക്രോസ് ചെയ്താൽ മിക്കവാറും ഏതായാലും ഗവൺമെന്റ് സീറ്റ് കിട്ടാൻ. അന്ന് 560 550 എന്തോ പറഞ്ഞു. അത് ഇടയ്ക്ക് കുറെ പേര് കമന്റ് ചോദിച്ചു. അതായത് ഞങ്ങൾ ഇവിടെ കയറിയത് ഒരു 577 മാർക്കിലാണ്. ഞങ്ങളൊരു 575 to 585 റേഞ്ചിലാണ് എല്ലാവരും മാർക്ക്. റേഞ്ച് മാർക്ക് എന്ന് വെച്ചാൽ 5000-6000 അടുത്ത് റാങ്കിൽ, ഓൾ ഇന്ത്യ റാങ്കിൽ കയറിയ. എന്നിട്ട് ഇപ്പൊ കിട്ടണമെങ്കിൽ 8000 സംതിങ് ഒക്കെ റാങ്ക്. 8000 മതി, പക്ഷെ മാർക്ക് 630 പേപ്പർ ഭയങ്കര സിമ്പിൾ ആണെന്ന് തോന്നുന്നു ഇപ്പൊ വരുന്ന എല്ലാ ക്വസ്റ്റ്യനും. ഈ പ്രാവശ്യം ഇച്ചിരി പാടാന്ന് പറഞ്ഞു കേട്ടു. കഴിഞ്ഞ പ്രാവശ്യം സിമ്പിൾ ആയിരുന്നു. 600-ന്റെ ഓരോ വർഷം മറ്റേ മാർക്കിന്റെ ഇതും റേഞ്ച് ഒക്കെ മാറും. നീറ്റ് കോച്ചിങ് പോയി തുടങ്ങുന്ന പിള്ളേരുടെ എണ്ണം കൂടിയല്ലോ. ഇപ്പൊ തമിഴ്നാട്ടിലൊന്നും ഇപ്പൊ ഞങ്ങള് ഇവിടെ ഒന്നും പണ്ട് സ്കൂൾ മാർക്ക് +2 മാർക്ക് അനുസരിച്ചായിരുന്നു നമ്മളിവിടെ എടുത്തിരുന്നത്. ഇപ്പൊ ഫുൾ നീറ്റിലോട്ട് മാറ്റിയിട്ട് ഇപ്പൊ എല്ലാരും കോച്ചിങ്ങിന് പോയി തുടങ്ങി. അപ്പൊ അതിന്റേതായ ഡിഫറൻസ് ഇവിടെ ഒരു വലിയൊരു ഡിബേറ്റ് വിഷയമാണ്, നീറ്റ് വേണോ വേണ്ടേന്ന്. ഞങ്ങൾ വരുന്ന വർഷം തൊട്ടിട്ട് ഇങ്ങനെ കുറെ പ്രശ്നങ്ങളും അതിന്റെ പേരിൽ കുറെ സൂയിസൈഡും. കാരണം മറ്റേ ഇവിടുത്തെ പിള്ളേര് ഇതുവരെ ഉണ്ടായിരുന്ന സിസ്റ്റം +2 മാർക്ക് വെച്ചിട്ട് നീറ്റിലോട്ട് എടുക്കുന്ന മറ്റേ കോളേജിലോട്ട് എടുക്കുന്നതായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഒരു ദിവസം ഇവര് വന്നിട്ട് നീറ്റ് നടത്താന്ന് പറയുമ്പോ അത്രയും പിള്ളേരുടെ പെട്ടെന്ന് പിന്നെ കുറച്ച് ബാക്ക്വേർഡ് ആയി നിൽക്കുന്ന പിള്ളേർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. കോച്ചിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ബ്രില്യന്റ് തന്നെ അറിയാം. 40 ഞങ്ങളുള്ളപ്പോ 40 ആയിരുന്നു തോന്നുന്നു. പിന്നെ 40 ഒരു 40,000 രൂപ ഒരു കൊല്ലത്തിന് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത കുറെ ഫാമിലീസ് ഉണ്ടാവും ഇവിടെ. അപ്പൊ അവർക്കൊന്നും കോച്ചിങ് എടുക്കാൻ പറ്റില്ല. കോച്ചിങ് എടുത്തില്ലെങ്കിൽ നീറ്റ് ക്രാക്ക് ചെയ്യാനും പറ്റില്ല മോസ്റ്റ്ലി. പിന്നെ മിക്ക വീട്ടുകാരും ഒരു കൊല്ലം പഠിക്കുന്ന കാര്യം നീ കൃഷിയിൽ നിൽക്കുക അങ്ങനെയൊക്കെ.
ഇവിടെ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ഞങ്ങള് വരുന്ന വർഷം ഒരു അനിത എന്ന് പറഞ്ഞൊരു കൊച്ച്, അവൾക്ക് +2 മാർക്ക് വെച്ച് കിട്ടുമായിരുന്നു, നീറ്റ് ആക്കിയോണ്ട് കിട്ടില്ല. അങ്ങനെ കുറെ പേര് സൂയിസൈഡും അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു സമയമാണ്. അല്ല അപ്പൊ നമ്മള് സ്റ്റോറി മുമ്പിലോട്ട് പോയി. അപ്പോ ആ ഒരു ദിവസം രാത്രി ഒരുമാതിരി റേഞ്ച് കിട്ടുമെന്നായി. പിന്നെ പിറ്റേ ദിവസം ആഘോഷമാണ്. പിറ്റേ ദിവസം പക്ഷെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല. പിന്നെ അതാണ് വേറൊരു ഡിഫറൻസ് നമ്മൾ കണ്ടത്. നീറ്റ് കഴിഞ്ഞിട്ട് പിന്നെ എയിംസിനായിട്ട് പ്രത്യേക പ്രിപ്പറേഷൻസ് ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു കഥയുണ്ട്. ഞാൻ നീറ്റ് കഴിഞ്ഞ് ഒരു 3-4 ദിവസം വീട്ടിൽ കുറച്ച് ആഘോഷമൊക്കെ കഴിഞ്ഞ് ഫ്രണ്ട്സിനോടൊക്കെ പുറത്ത് പോയിട്ട് ഞാൻ ഹോസ്റ്റലിലോട്ട് പോയി, തിരിച്ചുപോയി. ഞാനും തിരിച്ചുപോയി. ഞാൻ സെക്കൻഡ് ദിവസം ഒറ്റയ്ക്ക് ഇരുന്ന് തിയേറ്ററിൽ പോയി ബാഹുബലി 2 കണ്ടു. ആരുമില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അതായത് +2 നമ്മൾ കഴിഞ്ഞിട്ട് ഒരു വർഷം ഇവിടെയൊക്കെ പോവല്ലേ ബ്രില്യന്റിൽ. തിരിച്ചു വന്നു കഴിയുമ്പോ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ എഞ്ചിനീയറിംഗ് കയറി പോയി, കുറെ പേര് വേറെ പോയി. എന്റെ ഫ്രണ്ട്സ് ആയിട്ടില്ല. ഇല്ല, എന്റെ നാട്ടിലാരും ഇല്ലായിരുന്നു. എന്റെ ഫ്രണ്ട്സ് കുറെ പേര് റിപ്പീറ്റ് ആയിരുന്നു. അപ്പൊ അവര് ഞാൻ എന്നിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് ബാഹുബലി 2 കണ്ടു. അതും 1 ഞാൻ കണ്ടിട്ടുണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രീക്വല് പോലെ 1 കണ്ടേ. എനിക്ക് ആക്ച്വലി ബാഹുബലി 1 ബാഹുബലി 2 സിനിമയുടെ കാര്യം അങ്ങനെയാണ്. 2 മണിക്കൂറിന്റെ ഫിലിം 20 മിനിറ്റ് കൊണ്ട് കാണും. ഇങ്ങനെയൊക്കെ ഓരോ പരിപാടി അങ്ങനെ എന്തായാലും കണ്ടു. അന്ന് അങ്ങനെ തീർന്നു. നീ കണ്ടായിരുന്നു ബാഹുബലി? ഞങ്ങള് പിന്നെ നീറ്റ് കഴിഞ്ഞ് പോയപ്പോ ഫോണിലിരുന്നുണ്ട്, സ്മാർട്ട് ഫോണിൽ. അത് പിന്നെ നീറ്റ് കഴിഞ്ഞ് പിന്നെ അതാണ് അതൊരു ഇതാണ്. മീൻസ് നീറ്റ് കഴിഞ്ഞു, എയിംസ് അതിനേക്കാളും വലിയ എക്സാം ആണ് വരാൻ പോകുന്നത്. പക്ഷെ നമ്മള് നീറ്റ് കിട്ടുന്ന നോക്കുമ്പോ പിന്നെ എയിംസ് ഒന്നും പഠിക്കില്ല, വെറുതെ ഇങ്ങനെ. എന്നിട്ട് ഞങ്ങളുടെ കോളേജിൽ എല്ലാരും തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് ഞങ്ങളുടെ ഹോസ്റ്റലിൽ എന്ന് വെച്ചാൽ പുതുമനയിൽ എല്ലാരും തിരിച്ചു വന്നു നീറ്റിന് എയിംസിന് വേണ്ടിട്ട്. എന്നിട്ട് അവിടെ ഫുൾ കളിയും ചിരിയും, ആരും ഒന്നും പഠിക്കണില്ല. എന്നിട്ട് എന്റെ ഒരു കൂട്ടുകാരുണ്ട് ഒമേർ എന്ന് പറഞ്ഞിട്ട്, അവൻ എന്തായിരുന്നു കോഴിക്കോടൊക്കെ കിട്ടാനുള്ള ഒരു ലെവലിൽ കിട്ടി, മാർക്ക് കിട്ടിയാൽ. അപ്പൊ അവനൊക്കെ ഭയങ്കര ഓട്ടം ചാട്ടും. എന്നിട്ട് സ്ലിപ്പായിട്ട് വീണ് ഇല്ല അവരെ മറ്റേ വീർത്തു. എന്നിട്ട് അവസാനം റിസൾട്ട് ഒന്നും കോഴിക്കോടൊക്കെ കിട്ടി. അത്രയും കളിയായിരുന്നു. എന്നിട്ട് ഫുൾ കാട് കളി. കാട് കളി എന്ന് പറഞ്ഞപ്പോ ഞങ്ങള് നീറ്റ് കഴിഞ്ഞിട്ട് ഇവിടെ എയിംസിന് ഹോസ്റ്റലിൽ നിൽക്കായിരുന്നു. അപ്പോ ഞങ്ങളുടെ വാർഡൻ പിന്നെ ഒരു സ്ട്രിക്റ്റ് ആയിരുന്നു. കാരണം നീറ്റ് കഴിഞ്ഞെന്ന് വിചാരിച്ച ആരും ഉഴപ്പരുത്, എയിംസിന് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് പോയി. പക്ഷെ ഞങ്ങളാണെങ്കിൽ ഫുള്ള് മറ്റേ പ്രേതകഥ പറച്ചില്, നീറ്റില് പ്രേതകഥ പറഞ്ഞ് കറണ്ടൊക്കെ പോയി എല്ലാരും പേടിച്ചു, ഒച്ചപ്പാട് അങ്ങനെയൊക്കെ ഇത്. പിന്നെ ഒരു ദിവസം രാത്രി ഇരുന്ന് ഫുള്ള് ചീട്ടുകളിയായിരുന്നു. ഞങ്ങളിങ്ങനെ ചീട്ടൊക്കെ ഡീൽ ചെയ്ത് ഇങ്ങനെ നിൽക്കുമ്പോ പുറകെ വന്നിട്ട് വാടൻ നിന്ന്. എന്റെ കൂട്ടത്തിലുള്ളൊരു കൂട്ടുകാരനില്ലേ, ആരാണ് ഇവിടെ വാടനാണോ തിരിഞ്ഞു നോക്കുമ്പോ വാടുന്നു. അപ്പൊ തന്നെ പുള്ളി എല്ലാരും വിളിച്ച് താഴോട്ട് ഹോസ്റ്റലിൽ പുറത്താക്കിയിട്ട് വീട്ടിൽ വിളിക്കാൻ പറഞ്ഞിട്ട് നേരെ വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞ് ഇനി നാളെ ഉച്ച വരെ സമയമുണ്ട്, നിങ്ങളൊക്കെ വന്ന് ഇവന്മാരത്തെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ പറയാം, ഇവന്മാർ ഇവിടെ കൊണ്ടുപോക്കോ, ഇവന്മാർ നിർത്താൻ പറ്റില്ലെന്ന് പറഞ്ഞ് കൊണ്ടുപോകാൻ അടുത്ത ദിവസം തന്നെ ആക്കി. എയിംസിന് ആരും പഠിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഇതുണ്ട്. പണ്ട് 2 ഇപ്പൊ എല്ലാം ഒരുമിച്ച. അപ്പൊ നീറ്റ് കിട്ടൂന്ന് ഏതാണ്ട് ഒരു ഉറപ്പായ പിന്നെ എയിംസിന് പഠിക്കില്ല. അല്ലാത്തവരും പഠിക്കില്ല, കിട്ടുന്ന ഉറപ്പുള്ളവരും ഇല്ലാത്തവരും ആരും പഠിക്കൊന്നുമില്ല. അങ്ങനത്തെവരുണ്ടാവും, കുറച്ച് പേരല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷെ എനിക്ക് ഇവിടെ കിട്ടുമായിരുന്നു. പക്ഷെ എയിംസ് എന്നിട്ട് എഴുതിയിട്ട് എനിക്കിവിടെ ബഹുപ്പാലം കണ്ട് വന്നായിരുന്നു. ഞാൻ പോയില്ല, വീടിന്റെ അടുത്തല്ലാന്ന് പറഞ്ഞിട്ട് തിരുനെല്വേലിയിലാണ് അവസാനം വന്നത്. വീടിന്റെ അടുത്തല്ലാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു. ഇവിടെ ആണെങ്കിൽ ഒടുക്കത്തെ വെയിലും. അത് കഴിഞ്ഞിട്ട് 1 മാസം അലോട്ട്മെന്റ് ആണ്. പിന്നെ ഓൾ ഇന്ത്യയുടെ അലോട്ട്മെന്റ്, കേരളയുടെ അലോട്ട്മെന്റ് ഉണ്ട്. അതൊക്കെ നമ്മള് കുറെ കോളേജുകളുടെ ലിസ്റ്റ് ഒക്കെ എടുത്ത് ഞാനൊക്കെ ആയിരുന്നു. ഞാൻ ഡെയിലി മറ്റേ നെറ്റൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ അന്ന് നെറ്റെല്ലാം കിട്ടി. പിന്നെ എല്ലാം ഓരോ കോളേജും എടുത്തിട്ട് അവിടെ എന്തൊക്കെയുള്ള അതിന്റെ അടുത്ത് എന്താ കാണാനുള്ള സ്ഥലമുള്ള ഷോപ്പിംഗ് കോളേജ് മാത്രം നോക്കിയില്ല, ആ കോളേജ് കിട്ടി. എല്ലാം റിസർച്ച് ചെയ്തിട്ട് അവസാനം വന്നത് ഇവിടെ. ഇവിടെയാണെങ്കിൽ മാള് പോലും ഇല്ല. അപ്പൊ നമ്മുടെ ലെവൽ അറിയാലോ. ഇവന്റെ കിരണിന്റെ കസിൻ വന്നു കഴിഞ്ഞ ആഴ്ച. എന്നിട്ട് ഇതുപോലെ പുച്ഛിച്ചിട്ട് പോയി. ഇവിടെ കാണാൻ എന്താന്ന് പുള്ളി നോക്കിയപ്പോ ഫുൾ അമ്പലങ്ങൾ. എന്നിട്ട് പുച്ഛിച്ചിട്ട് പോയി. അപ്പൊ ഒട്ടും സ്ഥലമില്ലാന്നില്ല കേട്ടോ, സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കുറച്ചപ്പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറണം. നമ്മള് എറണാകുളത്ത് നിന്ന് വരുമ്പോ ഭയങ്കര ഇതായിരിക്കും. അതായത് നല്ലൊരു മലപ്പുറത്ത് നിന്നൊക്കെ വരുമ്പോ ചിലപ്പോ നീ മലപ്പുറത്ത് അങ്ങനെ നീ താല്പര്യം മലപ്പുറംകാരെ ഒന്ന് കമന്റ് ബോക്സിൽ ഇതിനൊക്കെ പരിശോധിക്കണം കേട്ടോ. മലപ്പുറത്ത് ഇല്ലാത്ത സ്ഥലങ്ങളില്ല. അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാഫ് ഡേ ഒരു 3 മണിക്കൂറിന്റെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ കന്യാകുമാരി ഉണ്ട്. പിന്നെ ആ സൈഡ്
മൂന്നൊന്നും വേണ്ട. കന്യാകുമാരി 3 മണിക്കൂറോ 2 മണിക്കൂറാണ് ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ച കേരളത്തിലോട്ട് പോകണമെങ്കിൽ അല്ലെങ്കിൽ കന്യാകുമാരി ഇവിടുന്ന് ഒരു മണിക്കൂർ, അല്ല 1 മണിക്കൂർ, തൂത്തുക്കുടി 1 മണിക്കൂർ, പിന്നെ കുറെ വെള്ളച്ചാട്ടങ്ങളും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ കുറെ സ്ഥലമുണ്ട്. ആക്ച്വലി കുറെ സ്ഥലമുണ്ട്. പക്ഷെ വെയിലത്ത് ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകണല്ലോ എന്ന് ആലോചിച്ച് പോയി. അപ്പൊ നമ്മള് അങ്ങനെ ഫസ്റ്റ് ഒരാഴ്ച കഴിഞ്ഞു. പിന്നെ അലോട്ട്മെന്റ് ഒക്കെ കൊടുത്തു. എന്നിട്ട് റിസൾട്ട് വരുന്നതാണ്, മറ്റേ ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്നതാണ്. അന്ന് വീട്ടുകാരെ ഫസ്റ്റ് അലോട്ട്മെന്റ് അല്ല, റിസൾട്ട് വരുമ്പോ തന്നെ ഒരു ഇതുണ്ട്, അറിയാൻ പറ്റും. നമുക്ക് അറിയാൻ പറ്റില്ല ഏകദേശം. അപ്പോഴേക്കും ബ്രില്യന്റ് കുറെ വീഡിയോസ് ഒക്കെ ഇറക്കി. അല്ലെങ്കിൽ മീൻസ് അന്ന് വീഡിയോസ് എല്ലാം തോന്നുന്നു. അന്ന് നമ്മൾ അവിടെ പോയിട്ട് ബ്രില്യന്റിൽ ഒരു ഓറിയന്റേഷൻ ക്ലാസ് അങ്ങനെ എന്തോ ഒരു ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു പാല ബ്രില്യന്റിൽ. ഞാൻ തേവരായിരുന്നു. എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി ഇല്ല, ഫ്രണ്ട്സ് എല്ലാവരും കൂടി പോയി. അങ്ങനെ അതൊക്കെ കേട്ടു. അപ്പൊ അതിൽ ഏകദേശം മനസ്സിലായി നമുക്ക് എവിടെയൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടോ, ഗവൺമെന്റ് സീറ്റ് കിട്ടാനാണോ പ്രൈവറ്റ് സീറ്റ് കിട്ടാനാണോ, അങ്ങനെയൊക്കെ നമ്മള് അത് വെച്ചാണ് നമ്മള് അലോട്ട്മെന്റ് കൊടുത്തത്. ഒരു മാസം കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നു. ഇല്ല, എനിക്ക് എന്താന്ന് വെച്ചാ എനിക്ക് 600 സംതിങ് മാർക്കാണ് ഞാൻ കൂട്ടി വെച്ചത്. പക്ഷെ പ്രശ്നം പറ്റുന്ന വെച്ചാൽ മാർക്ക് ചെയ്തതിൽ 2-3 പോയി. 2-3 പോയപ്പോ തന്നെ ഒരെണ്ണം പോയതിന് തന്നെ 5 മാർക്ക് പോയില്ലേ. അങ്ങനെ 2-3 പോയപ്പോ എനിക്ക് മാർക്ക് അങ്ങനെ കുറഞ്ഞു. അപ്പൊ ഭയങ്കര കുറച്ച് എനിക്കതെ ഞാനും കണക്ക് കൂട്ടിയപ്പോ 600 മുകളിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് 680 ഉണ്ടായിരുന്നു. 577 വന്നു. സോറി 580 ഉണ്ടായിരുന്നു. 577 വന്നു. ഞാൻ എത്ര. പിന്നെ അങ്ങനെ അലോട്ട്മെന്റ് വന്നു. ഫസ്റ്റ് അലോട്ട്മെന്റില് അതെ സെന്റി മീൻസ് അതെ എന്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു. എനിക്ക് കാർവാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വന്ന് കർണാടകയിലെ കിട്ടിയത് ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ കിട്ടിയപ്പോ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഓക്കെ കിട്ടുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. എവിടെയെങ്കിലും ഫസ്റ്റ് അലോട്ട്മെന്റ് തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് വെച്ചു. മീൻസ് അത്രയും വെച്ചായിരുന്നു നമ്മള്. അപ്പൊ എനിക്ക് ഓക്കെ കിട്ടിയല്ലോ, ഓക്കെ സന്തോഷമുണ്ട്. പക്ഷെ എന്റെ ഇക്ക വന്നിട്ട് രണ്ടാമത്തെ ഇക്ക വന്നിട്ട് ഒറ്റ കരച്ചില് ഒന്ന് കെട്ടിപ്പിടിക്കുന്നു, നോക്കുന്നു. ഭയങ്കര കെട്ടിപ്പിടുന്നു. ഞാനത് ആലോചിച്ചില്ല. ഞാൻ ഇക്ക ഇതുവരെ കരയുന്നത് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടില്ലായിരുന്നു. അന്ന് മീൻസ് ഇക്കൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു കിട്ടണം എന്ന്. മീൻസ് ഇക്ക അവരൊക്കെ എഞ്ചിനീയറിംഗ് പോയതുകൊണ്ട് എനിക്ക് കിട്ടണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതായിരിക്കാം പെട്ടെന്ന് ബെസ്റ്റ്. അവിടെ ആകെ വന്നിട്ട് കെട്ടിപ്പിടിക്കുന്നു, നോക്കുന്നു. എനിക്കാണത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. അതായിരുന്നു എന്റെ ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ അവസ്ഥ. നിന്റെ എങ്ങനെയായിരുന്നു? എനിക്ക് ഫസ്റ്റ് കിട്ടിയില്ല, പക്ഷെ എനിക്ക് സെക്കൻഡ് കിട്ടുമെന്നുള്ള ഒരു ഉറപ്പുണ്ടായി. ഫസ്റ്റ് കുറച്ച് കൊടുത്തു. ഞാൻ കേരളം മാത്രമേ കൊടുത്തുള്ളൂ. എനിക്ക് ദൂരെ യാത്ര ചെയ്യേണ്ട അവസാനം ഇവിടെ. എന്നിട്ട് സെക്കൻഡ് കിട്ടിയപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കാലം ഈ +2 മാർക്ക് കിട്ടിയാനൊന്നും വീട്ടുകാരൊന്നുമില്ല. 10 മാർക്ക് കിട്ടിയപ്പോ വായിച്ചൊന്നൊരു കെട്ടിപ്പിടുത്തുണ്ടായി. അതേപോലത്തെ ഒരു കെട്ടിപ്പിടുത്തം വലിയ സീനാണ്. നമ്മളെക്കാളും വീട്ടുകാരായിരുന്നു തോന്നുന്നു നമ്മൾക്ക് കിട്ടണം എന്നുള്ളൊരു ഉമ്മച്ചി പഴയ പോലെ തന്നെ ഒരു മൈൻഡ് ഇല്ല. ഇതൊക്കെ എന്നുള്ളതായിരുന്നു. പിന്നെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ വിളിക്കും. പിന്നെ ബന്ധുക്കളൊക്കെ വിളിക്കും. പിന്നെ ഒരു ആഘോഷമാണ്. മറ്റേ ബാങ്കിൽ നിന്ന് വിളിക്കുന്നു. മീൻസ് എന്താണ് ഉപഹാരം തരാൻ വേണ്ടി ബാങ്കിൽ നിന്ന് വിളിക്കുന്നു, സഹകരണ ബാങ്കിൽ നിന്ന് വിളിക്കുന്നു. അവിടെ കുറെ ക്ലബ്ബുകളൊക്കെ നാട്ടിൽ കുറെ. എറണാകുളത്ത് ഇതൊക്കെ സ്ഥിരമായതുകൊണ്ട് എന്റെ നാട്ടിലൊക്കെ ആകെ 1-2 മാക്സിമം 2 ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഉണ്ട്. മീൻസ് ഡോക്ടറെ പഠിക്കുന്നത് ഞാൻ വേറെ ഒരാളും കൂടി ഉള്ളെന്ന് തോന്നുന്നു. അങ്ങനെ ഇവിടുന്ന് പഞ്ചായത്തിൽ നിന്ന് വിളിക്കുന്നു, ക്ലബ്ബുകള് മറ്റേ സ്പോർട്സ് ക്ലബ്ബുകളും കുറെ ഉണ്ടാവില്ല, അവരെ വിളിക്കുന്നു. അങ്ങനെ കുറെ വിളിക്കുന്നു, ഉപഹാരം തരുന്നു, പൈസ തരുന്നു. എന്റെ അടുത്ത് എങ്ങനെയാന്ന് വെച്ചാൽ നാട്ടുകാർ ചോദിച്ചത് തമിഴ്നാടാണോ അപ്പൊ പ്രൈവറ്റ് ആയിരിക്കില്ലോ. അങ്ങനെ ഒരു ഇത് ഉണ്ടായി. നമ്മള് പറയാം പുറത്ത് മീൻസ് വേറെ സ്റ്റേറ്റിൽ പഠിക്കുന്ന പിള്ളേരെല്ലാരും ഭയങ്കര പ്രൈവറ്റ് ആയിട്ട് ഭയങ്കരമായിട്ട് കാശ് കൊടുത്താ പഠിക്കുന്നത്. അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ട്. അത് എന്റെ ഒരു ഉമ്മാന്റെ ഒരു കഥയുണ്ട്. കിട്ടിക്കഴിഞ്ഞിട്ട് ചേർന്ന ഒരാഴ്ചയായിട്ട് തിരിച്ചു വന്നു. അപ്പൊ ഉമ്മച്ചിയുടെ അടുത്ത് നാട്ടുകാര് അടുത്തുള്ള വീട്ടുകാര് ചോദിച്ചു, അതായത് എത്ര ഫീസ് കൊടുത്തതാണ്. അപ്പൊ ഉമ്മച്ചി പറഞ്ഞു 14 എന്ന് പറഞ്ഞു. 14 ലക്ഷം കൊടുത്തു. നമുക്കിവിടെ ഫസ്റ്റ് ഇയർ 14 ലക്ഷമല്ല 14,000. നമുക്ക് ഫസ്റ്റ് ഇയർ കയറുമ്പോ 14,000 ആണ് ഫീ. ഒരു കൊല്ലത്തിന്റെ ഫീ 14,000 ആണ്. എല്ലാ കൊല്ലം 7,000, 4,000, 3,000 അങ്ങനെ. പിന്നെ ഡെപ്പോസിറ്റ് 20,000 രൂപ കോഴ്സ് കഴിഞ്ഞുമ്പോ കിട്ടും. അത് ഹോസ്റ്റൽ ഡെപ്പോസിറ്റ് ആണ്. ഇപ്പൊ അത് ഗ്രാജുവലി ഇൻക്രീസ് ആയി 50,000 രൂപയുടെ അടുത്തായിട്ടോ. അപ്പൊ 50,000 രൂപ മൊത്തം എല്ലാം ചേർത്തിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നിട്ട് എന്തായിരുന്നു വേറൊരെണ്ണം ഉണ്ട്. ഇത് എന്റെ ബന്ധുക്കളുടെ കാര്യമാണ്. ബന്ധുക്കള് അതുവരെ പറയും
നിനക്ക് വരെ നഴ്സിംഗിന് പോയാൽ മതി, എഞ്ചിനീയറിംഗ് ബന്ധുക്കള് പണ്ടേ ഒരുമാതിരി അങ്ങനെ പറയുന്ന ബന്ധുക്കളെ വിളിച്ചിട്ട് ഓ കൺഗ്രാറ്റുലേഷൻസ്, നിന്നെ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, ഇനിയിപ്പോ ഞങ്ങളൊക്കെ ചികിത്സിക്കാൻ ആളുണ്ട്, ഇനി ഞങ്ങളെ ചികിത്സിക്കാൻ ആളുണ്ട്. അതാണ് മെയിൻ. പക്ഷെ പലതും നമുക്ക് തിരിച്ചു പറയാൻ തോന്നും, പക്ഷെ നമ്മൾ പറയും. അങ്ങനെയാണ് നമ്മള് ഭയങ്കര ഇതിലാണ്. അപ്പൊ ഇതുവരെ നമ്മളെ ഒരു ഡിമോട്ടിവേറ്റ് ചെയ്ത എന്റെ വീട്ടിൽ വാപ്പ പറയും, പലരും ഇങ്ങനെ നീ പോയ സമയത്ത് റിപ്പീറ്റ് ചെയ്യാൻ പോയ സമയത്തൊക്കെ ഡിമോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ പിന്നെ വിളിച്ച് ഭയങ്കര സംഭവം. ഞാൻ എന്താ അറിയോ, ഫസ്റ്റ് അലോട്ട്മെന്റ് ഇവിടെ തിരുനെൽവേലി കിട്ടിയപ്പോ എന്റെ ഒരു ഉപ്പയും പിന്നെ എന്റെ ഒരു നൈബറും കൂടി ആവുന്നത്. അപ്പൊ നൈബർ പിന്നെ നാട്ടുകാരോടെല്ലാം പരത്തിക്കോടും, എനിക്ക് കുഴപ്പമില്ലല്ലോ, ഇത്രയും വയസ്സുള്ളൂ, മീൻസ് കൊടുക്കുന്നതും കാണുന്ന, മീൻസ് നമ്മൾ കാശ് കൊടുക്കുന്നൊക്കെ അവർ കാണുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ മൂപ്പര് പോയിട്ട് എല്ലാരോടും ഇത്രയും കാശുള്ളൂ, 14,000 രൂപയുള്ളൂ, കേരളത്തിൽ പഠിക്കുന്ന അത്ര പോലും കാശില്ല എന്നൊക്കെ പോയി പറഞ്ഞുകൊണ്ട് എന്റെ നാട്ടിൽ പിന്നെ ആ സീൻ ഇപ്പൊ ഇല്ല. അങ്ങനെയൊക്കെ വന്നു. അതായിരുന്നു. നിനക്ക് ഒന്നും പറഞ്ഞില്ല വീട്ടുകാര്? സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ വീട്ട് എനിക്ക് ആദ്യം കിട്ടിയത് ഘടകം എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് ഞാൻ മാപ്പിൽ തന്നെ കണ്ടുപിടിക്കാൻ സമയം പിടിച്ചു. എന്നിട്ട് അവിടെ പോയ കഥ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് റിയാക്ഷൻ എന്തായിരുന്നു വീട്ടുകാരുടെ ഒരു? വീട്ടുകാർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ശരിക്കും പറഞ്ഞ. കാരണം ഭയങ്കര ആഗ്രഹമായിരുന്നു, എന്റെ അച്ഛനും ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഡോക്ടറാണെന്ന്. എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് ചെറുപ്പം പോലെ ആഗ്രഹമായിരുന്നു. പക്ഷെ ഏകദേശം മാർക്ക് നീറ്റ് എഴുതി കഴിഞ്ഞപ്പോഴേ എനിക്ക് ഏകദേശം മനസ്സിലായി കിട്ടും. ഇൻസ്പിറേഷൻ അയാൾ നമുക്ക് ഒരു ദിവസം റിവ്യൂ ചെയ്യണം. അത് നമ്മൾ റിവ്യൂ ചെയ്യണമെങ്കിൽ കമന്റ് ബോക്സ്. അതിനു മുമ്പ് ഒരു പുള്ളി ഉണ്ടായിരുന്നു, ഒരു ഫാമിലി ഡോക്ടർ ഉണ്ടായിരുന്നു. ഒരിക്കൽ ഞാൻ ലിഫ്റ്റിൽ വെച്ച് കൈ കുടുങ്ങി പോയപ്പോ പുള്ളി വന്ന് പുള്ളി മരുന്ന് വാങ്ങിച്ച് എനിക്ക് അപ്പൊ തന്നെ ശരിയായി. അപ്പൊ എനിക്ക് പുള്ളിയോട് നിന്റെ കഥ ആർക്കും കേൾക്കണ്ട, ഫസ്റ്റ് വീഡിയോയിലുണ്ട്, എല്ലാവരും കണ്ടാണ് ഒരു വ്യൂ കൂടുതൽ. വേറെ കഥയുണ്ട്, AFMCക്ക് പോയ കഥ. അത് പറഞ്ഞില്ലല്ലോ. സംഭവം എന്നെ വിട്ടില്ല, എന്നോട് ആർമിയാണെന്ന് പറഞ്ഞപ്പോ തന്നെ എന്നോട് ചാവും എന്നുള്ള വിചാരത്തിൽ വീട്ടുകാർ വിട്ടില്ല. എന്റെ വീട്ടിൽ നിന്ന് 5 വർഷം പോയിട്ടുണ്ട്. അത് ഉണ്ടോ ശരിക്കും? എന്റെ വീട്ടുകാർക്ക് എന്ന് പറഞ്ഞാൽ ആർമി ഭയങ്കര, എന്റെ അച്ഛന്, അമ്മയ്ക്ക് താല്പര്യമില്ല, പക്ഷെ അച്ഛന് ആർമി എന്ന് പറയുമ്പോ ഭയങ്കര എന്തോ സംഭവം എന്നുള്ള ഒരു ഇതുണ്ട്. സംഭവമാണ്. അപ്പൊ എനിക്കും ആ ഒരു ഇത് കിട്ടി. അപ്പോ AFMCയുടെ ഇത് വന്നപ്പോ ഞാൻ ആദ്യം തന്നെ അപ്ലൈ ചെയ്തായിരുന്നു. അപ്ലൈ ചെയ്തിട്ട് വിളിച്ചു, മാർക്ക് ഉള്ള കുറെ വിളിച്ചു. അപ്പൊ അതിന് തന്നെ വിളിച്ചു. അത് നമുക്ക് എല്ലാവർക്കും അവര് 570 ആണെന്ന് തോന്നുന്നു ക്രോസ് 570 എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാം. എന്നിട്ട് പൂനെയിലായിരുന്നു ഇന്റർവ്യൂ. അപ്പോ പൂനെക്ക് ഫ്ലൈറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് പോയി. എന്നിട്ട് എന്റെ അച്ഛന്റെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ടായിരുന്നു, കമ്പനിയുടെ ഗസ്റ്റ് ഹൗസ് ഉണ്ടായിരുന്നു, അവിടെ താമസിച്ചു. പൂനെയിൽ ഒരു ദിവസം ഫുള്ള് കറങ്ങി പൂനെ കണ്ടു. നല്ല അടിപൊളി സ്ഥലം, കൊള്ളാം. കോളേജിൽ നിന്നൊക്കെ ഇറങ്ങി അടിച്ചുപിടിക്കാൻ പറ്റിയ സ്ഥലം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഫുൾ ഇൻസർട്ട് ഒക്കെ ചെയ്ത് ഇങ്ങനെ ഇന്റർവ്യൂവിന് പോവാണ്. ഇല്ല, ഇന്റർവ്യൂ അല്ല, ഇതിന് സെഷന് പോവാണ്. അപ്പൊ നോക്കുമ്പോ 100-200 പിള്ളേര്. എന്നിട്ട് ആദ്യത്തെ റൗണ്ട് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ചെക്കപ്പ്, ഹെൽത്ത് റൗണ്ട്. അപ്പൊ ആദ്യം തന്നെ ഹെൽത്ത് ചെക്കപ്പിനൊക്കെ പോവും. അത് മാത്രല്ല, എല്ലാം എല്ലാം ഉണ്ട്. BP എല്ലാം ചെക്ക് ചെയ്യും, എക്സ്റേ എടുക്കും, എന്ത് ചെറിയ അസുഖം കൺടെസ്റ്റ് എടുക്കും. കൂടെ സ്ക്രോട്ടൽ എക്സാമിനേഷൻ ഉണ്ട്, അതൊരു മെഡിക്കൽ ചെക്കപ്പിന്റെ ഭാഗമാണ്. ഇവന് അതാണ് കണ്ടത്. ഞാൻ കൊണ്ട് പോവാൻ കഥയിലോട്ട് ഇതുപോലെ ഒരു കഥയുണ്ട് അവിടെ. എന്നിട്ട് മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ പാസ്സായി. പിന്നെ അടുത്തത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒരു ഇംഗ്ലീഷ് കുറെ ക്വസ്റ്റ്യൻസ്, ഈസി ക്വസ്റ്റ്യൻസ് ആണ്. മാത്സ് കുറെ ക്വസ്റ്റ്യൻസ്, അതും കുറെ എളുപ്പമായിരുന്നു. അതും പാസ്സായി. പാസ്സായി മീൻസ് മാർക്ക് അറിയില്ല കേട്ടോ. പക്ഷെ എന്നാലും നമുക്ക് എഴുതുമ്പോ തന്നെ മെഡിക്കൽ ചെക്കപ്പ് അപ്പൊ തന്നെ പറയും, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ഇതാകും. അടുത്ത വന്ന ഇന്റർവ്യൂ ആയിരുന്നു. അവിടുത്തെ മെയിൻ സാധനം ഇന്റർവ്യൂല് കിട്ടിയ മറ്റേതൊന്നും ഇല്ലെങ്കിൽ മാർക്ക് റാങ്ക് കുറവാണെങ്കിൽ ഇന്റർവ്യൂല് വെച്ചാൽ എടുക്കാൻ പറ്റും. അപ്പൊ ഇന്റർവ്യൂ ഇരിക്കുമ്പോ ഒരു അങ്കിള് വന്നിട്ട് പറഞ്ഞു, എന്റെ മോന് ഇതേപോലെ ആയിരുന്നു, അവന് മാർക്ക് കുറവായിരുന്നു, പക്ഷെ അവൻ പാട്ട് പാടും. അപ്പൊ ഇവിടെ പോയിട്ട് പാട്ട് പാടിയപ്പോ അവർക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് എടുത്തു എന്ന് പറഞ്ഞു.
എന്നിട്ട് പറഞ്ഞു ഇവരെ നോക്കുന്നത് ഹോബീസ് ഒക്കെയാണ്, എക്സ്ട്രാ കരിക്കുലറാണ് നോക്കുന്നത്. അപ്പൊ എക്സ്ട്രാ കരിക്കുലർ ഉണ്ടെങ്കിൽ നിന്നെ എന്തായാലും എടുക്കുന്നു പറഞ്ഞു. ഒരു അങ്കിൾ വന്നിട്ട് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നി അപ്പൊ എക്സ്ട്രാ കരിക്കുലർ എന്താണ് എന്തൊക്കെ പറയണമെന്ന് നോക്കി. അപ്പൊ നോക്കിയപ്പോ പാട്ടുണ്ട്, വേറെ എന്ത് പറയുന്നു ഇങ്ങനെ ആലോചിച്ചു. അല്ല ഇങ്ങനെ വേറെ എന്താ പറയുന്നത് ആലോചിച്ചോണ്ടിരുന്നത്. അപ്പൊ ആ സമയത്താണ് ഞാൻ നീറ്റ് കഴിഞ്ഞ ഉടനെ ഞാൻ പോയി ജിമ്മിൽ പോയി ചേർന്നു. ചുമ്മാ ഒരു രസത്തിന് പോയി ചേർന്നു. എന്നിട്ട് അവിടെ ആ ജിമ്മിൽ ആകെ എന്നെ കൊണ്ട് ഒരു മാസം അല്ല 2 ആഴ്ച പോയാലും ആകെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച പുഷപ്പ് മാത്രമേ ചെയ്യിപ്പിച്ചു. അതും എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു വേറെ സ്വിമ്മിങ് ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അന്ന് പറയാൻ തോന്നിയില്ല, ഓർത്തതേ ഇല്ല. ഡിസ്ട്രിക്ട് വരെ പോയി നീന്തലൊക്കെ ചെയ്തായിരുന്നു, പക്ഷെ എനിക്കന്ന് ഓർമ്മയേ വന്നില്ല അത്. എന്നിട്ട് ഞാനില്ലേ ഇത് രണ്ടും ഓർത്തിങ്ങനെ വെച്ചു. എന്നിട്ട് ഇന്റർവ്യൂവിന് കയറിയപ്പോ ഇങ്ങനെ ഒരു പാനല് ഫുള്ള് ആൾക്കാർ, ഒരു മറ്റേ സിനിമയിലൊക്കെ കാണില്ലേ, നമ്മൾ നടുക്കിരിക്കും, ചുറ്റും ഇങ്ങനെ ആൾക്കാര്. എന്നിട്ട് അവിടെ ഡീന് നടുക്കിരിക്കുന്ന ഒരു സ്ത്രീയാണ്, അപ്പൊ ഒരു ഡോക്ടറാണ്. അപ്പൊ പുള്ളിക്കാരത്തി ഇങ്ങനെ ഇന്റർവ്യൂസ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നമ്മളിങ്ങനെ അവരെ ഇന്റർവ്യൂസ് ചെയ്യും. അപ്പൊ ഹോബീസ് എന്തൊക്കെയാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ് പാട്ട് പാടും. എന്നിട്ട് വേറെ ഒന്നുമില്ലെന്ന് ചോദിച്ചു. പാട്ട് പാടും, പിന്നെ ബുക്ക് വായിക്കും, എന്നിട്ട് ജിമ്മിൽ പോകാറുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു ആണോ പാട്ട് പാടും. അന്ന് ആ മാം പറഞ്ഞ് പാട്ട് പാടാൻ പറഞ്ഞു. അപ്പൊ ഞാൻ മറ്റേ ഹിന്ദിയിലെ ഒരു പാട്ടില്ലേ അഭിമുഖ്മ അഗ്നിപത്തിൽ ആ പാട്ട് പാടി. എന്നിട്ട് ആ പാട്ട് പാടിയിട്ട് ക്ലാപ്പൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പൊ എനിക്ക് ഇത് തോന്നി. അപ്പൊ ഒരു ഇതൊക്കെ തോന്നി. ഡീൻ മാമിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് അപ്പൊ അപ്പുറം അങ്ങേയറ്റത്തിലൊരു പുള്ളി നീ ജിമ്മിൽ പോകുന്നല്ലേ പറഞ്ഞു. ജിമ്മിൽ പോകുമ്പോ എന്തൊക്കെ പ്രിക്കോഷൻ എടുക്കണം, വെയിറ്റ് എടുക്കുമ്പോ എന്തൊക്കെ പ്രിക്കോഷൻ എടുക്കണം, വെയിറ്റ് എടുക്കുമ്പോ എന്ത് പ്രിക്കോഷൻ എടുക്കണം എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. എനിക്ക് ഇന്നും അറിയത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വെയിറ്റ് എടുത്താൽ ഇറങ്ങി വരും പറഞ്ഞു. അപ്പൊ മാം ചോദിച്ചു ആണോ വെയിറ്റ് എടുത്താൽ ഇറങ്ങി വരും, നീ എത്ര വെയിറ്റ് എടുക്കുന്ന ചോദിച്ചു. അപ്പൊ ഞാൻ മാം ഒരു 4 കിലോ ഒക്കെ എടുക്കും. എന്നിട്ട് 4 കിലോ. അപ്പൊ മാം പറഞ്ഞു 4 കിലോ ഞാൻ പോലും എടുക്കില്ല എന്ന് പറഞ്ഞു. കട്ട പൂച്ച. അങ്ങനെയൊന്നും പറഞ്ഞൊന്നുമില്ല. അപ്പൊ തന്നെ ഒന്നും ഇല്ലാണ്ടായി പോയി. എന്നിട്ട് പിന്നെ അപ്പുറത്തുള്ള ആൾക്കാരൊക്കെ തുരിതുര ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ജിമ്മില് വെയിറ്റ് എടുത്താൽ എന്തൊക്കെ പ്രശ്നം വരും, വെയിറ്റ് എങ്ങനെയാണ് പൊസിഷൻ ചെയ്യേണ്ടത്, എന്തൊക്കെയോ ക്വസ്റ്റ്യൻ ചോദിച്ചു. അവര് നമ്മൾ കള്ളം പറയാൻ മനസ്സിലായ അവര് അധികം അവർ പിടിക്കും. മനസ്സിലായല്ലോ ജിമ്മിൽ പോണ് നല്ല അറിയുന്നവര് മാത്രമേ ജിമ്മ് പോകാറുള്ളൂ. മറ്റേ ഇതിന്റെ FMC അല്ലാതെ എന്ത് എക്സാം ആണെങ്കിലും ഹോണസ്റ്റ്. അതെ, നിങ്ങൾ ഏത് ഇന്റർവ്യൂവിന് പോയാലും ഹോണസ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് കള്ളത്തരാണെങ്കിലും അതിനെ കുറിച്ച് കുറച്ച് അറിവുണ്ടാവണം, അത്രേ ഉള്ളൂ. ഇതിന്റെ ഒരു ട്വിസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടിപ്പ് ഇവൻ എന്റെ അടുത്ത് ഫസ്റ്റ് ഇയറിൽ പറഞ്ഞു. അത് കഴിഞ്ഞ വർഷം എന്നെ ഒരു ജൂനിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം കിട്ടിയ 2K20 ബാച്ച് ആ വർഷത്തെ ഒരു ജൂനിയർ എന്റെ അടുത്ത് അഡ്മിഷന് വേണ്ടിയിട്ടൊക്കെ വിളിക്കുമായിരുന്നു. അപ്പൊ അവന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇതുപോലൊരു കഥ കാണുന്നിട്ടുണ്ട്, അപ്പൊ നിങ്ങൾ ഓണസ്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവൻ ഇവന്റെ കൂട്ടുകാരന്റെ അടുത്ത് പറഞ്ഞു. അവരൊക്കെ ഇന്റർവ്യൂവിന് പോയി. അവൻ പാട്ട് പാടി, ബട്ട് ജിമ്മിൽ പോയ കാര്യം പറഞ്ഞില്ല. എന്നിട്ട് അവന് കിട്ടി. ഇപ്പൊ വിഘ്നേഷ് ഏറ്റവും ഹോണസ്റ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് തള്ളണ്ടെന്നല്ല പറയാം. ഇപ്പൊ ഒരു ആക്ടിവിറ്റി ഇല്ല, പാട്ടും പാടില്ല. ഞാൻ ഓണസ്റ്റ് ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവിടെ ചാനൽ ഉണ്ടാവില്ലായിരുന്നു. ഓക്കെ, അപ്പൊ കിട്ടിയില്ല. അപ്പൊ ഇത്രയൊക്കെ തന്നെയാണ്. അപ്പൊ ഓൾമോസ്റ്റ് ഒരു വീഡിയോയുടെ സമയമായി. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ എക്സ്പീരിയൻസ് നീറ്റ് സംബന്ധമായി നമുക്ക്. അല്ല, അപ്പൊ മെയിൻ ആയിട്ട് പറയേണ്ടത് എന്താ പറയാ, നീറ്റ് എന്ന് പറഞ്ഞ ജീവിതത്തിലൊരു ചെറിയൊരു ഭാഗമാണ്. അല്ല, ലൈഫ് ചേഞ്ചിങ് സാധനമാണ്. പക്ഷെ കിട്ടിയില്ലെന്ന് വിചാരിച്ച് അങ്ങനെ വിഷമിച്ചോ ഡിപ്രസ് ആവേണ്ട കാര്യമൊന്നുമില്ല. വേറെ 100 കാര്യക്കണക്കിന് പ്രൊഫഷൻസ് വേറെ ഉണ്ടാവും. നമുക്ക് ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ ആവില്ല ഒരിക്കലും നമ്മൾ ഇത് എടുക്കുന്ന ചിലപ്പോ. അപ്പൊ വേറെ പ്രൊഫഷനിലോട്ട് നമുക്ക് പോകാൻ ശ്രമിക്കാം. എല്ലാം നല്ല. ചിലവർക്ക് ഇങ്ങനെ ആർട്സിലോട്ട് താല്പര്യം ഉണ്ടാവും. അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും പാട്ട് പാടാനോ വരയ്ക്കാനോ അല്ലെ സ്പോർട്സോ അതിലൊക്കെ പോകണം, ഒരു കരിയർ എടുക്കണമെങ്കിൽ താല്പര്യം ഉണ്ടാവും. പക്ഷെ വീട്ടുകാരുടെ ഇതിനായിട്ടായിരിക്കും മെഡിസിനിൽ പോണേ. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ വീട്ടുകാരെ ഒന്നും കൂടെ കൺവിൻസ് ചെയ്യാൻ നോക്കുക. ഗേൾസ് ഒക്കെ ആണെങ്കിൽ കുക്കിംഗ് താല്പര്യമുള്ള, ബേക്കിംഗ് താല്പര്യമുള്ളവരുണ്ടാവും. അതെ, എന്ത് ഇതായാലും നിങ്ങളുടെ പാഷൻ എന്താന്ന് മനസ്സിലാക്കുക, അത് ഫോളോ ചെയ്യാൻ നോക്കുക. അല്ലാണ്ട് ഇങ്ങനെ എന്താ പറയാ നാട് ഓടുന്ന കണ്ടിട്ട് ഓടാൻ നിൽക്കണ്ട. അങ്ങനെയൊക്കെ. അപ്പോ എല്ലാവർക്കും താങ്ക്സ്. അപ്പൊ പിന്നെ കാണാം.